ഈ വീഡിയോയിൽ ഏറ്റവും ടോപ്പ് ഓഫർ ഇത് നമുക്ക് ലാസ്റ്റ് 8,49,000 ഫസ്റ്റ് ആരാ വിളിക്കുന്ന ആൾക്കോട് 8,49,000 റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല കിലോമീറ്റർ 2.5 ലക്ഷം കിലോമീറ്റർ ഓടിയാണ് 7,99,000 രൂപ 3,99 2011 നവംബർ വി വണ്ടി 3,99 ഇത് നമുക്ക് റേറ്റ് വരുന്നത് 4,95,000 രൂപ 2012 ഡിസംബർ വണ്ടി പേപ്പർ ആക്കിയിട്ടാണ് 2012 വണ്ടി പുതിയ പേപ്പറിൽ നിലവിൽ എല്ലാ സർവീസും കഴിച്ചു വെച്ചതാണ് ഏകദേശം 85,000 വർക്ക് സർവീസ് എല്ലാം ചെയിന് കാര്യങ്ങൾ എല്ലാം ഇത് എത്ര കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് ഓഫർ റേറ്റ് 5,99,000 5,99 നമ്പർ ആക്കിയിട്ട് ഇത് നമ്പർ ആക്കാൻ അത്യാവശ്യം പൈസ വരും നമ്പർ ആക്കിയിട്ട് നമുക്ക് പിന്നെ 8,65,000 രൂപ കൊടുക്കാം 8,65,000 രൂപയ്ക്ക് ഹൈബ്രിഡ് ക്യാമറി നമ്മള് അൾട്ടീസിന് കൊടുക്കണം ഏകദേശം 7 ലക്ഷം രൂപ 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ അത് ഇത്ര ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇതുവരെ നിങ്ങളെ കാണിക്കാത്ത ഒരു കിടിലൻ ഷോറൂം ദുനിയാവിന്ന് എവിടുന്ന് കിട്ടാത്ത വിലയിൽ വണ്ടികളുടെ ചാകര ഇന്നോവയും ക്രിസ്റ്റയും ടൊയോട്ടന്റെ ആൾട്ടീസ് ആഡംബരക്കാർ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ് അബിബായ് ബ്രോ എന്തൊക്കെയുണ്ട് ഇങ്ങോട്ട് ഇവിടുത്തെ ഓണറാണ് അബി ബ്രോ ഇത് എങ്ങനെയാണ് കാര്യങ്ങള് നിങ്ങള് വണ്ടികളൊക്കെ ഒറിജിനല്ല ഇവിടെ ഉള്ള നമ്മള് 90% നമ്മുടെ ഉണ്ടായാലും അതർ സ്റ്റേറ്റ് വണ്ടികളാണ് കൂടുതലും കൂടുതൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വണ്ടി അതായത് നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്യും നമ്മൾ ഡീലർമാർക്കാണ് അധികം നമ്മൾ വണ്ടി സെയിൽ ചെയ്യുന്നത് പിന്നെ ഇവിടെ കൊണ്ടുവരുന്ന വണ്ടികൾ നല്ല റേറ്റ് എന്ത് ചെയ്യാ കസ്റ്റമർക്ക് വാങ്ങുകയും ചെയ്യാം അതെ ഡീലർ വിലക്ക് കൊടുക്കാം ഡീലർ വിലക്ക് തന്നെ കൊടുക്കാം നമ്മൾ ഏകദേശം ഈ റേറ്റ് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഓക്കെ നിങ്ങൾ ഡയറക്റ്റ് അവിടുന്ന് ഡൽഹിയിൽ നിന്ന് എടുത്തു എല്ലാം ഏത് വണ്ടി വേണമെങ്കിൽ എടുത്തു കൊടുക്കും അത് റെഡി ക്യാഷ് റെഡി ക്യാഷ് വേണമെങ്കിൽ അങ്ങനെ എടുത്തു കൊടുക്കാം ലോണ് അങ്ങനെ ചെയ്ത് കൊടുക്കല്ല എങ്ങനെ വേണം ചെയ്ത് കൊടുക്കാം പക്ഷെ ഇവിടെ എത്തിയിട്ട് ഒരാൾക്ക് നിങ്ങൾ കൊടുക്കുമ്പോ പിന്നെ മാർജിൻ കൂടും ഇവിടെ എത്തുമ്പോൾ ചെറിയൊരു മാർജിൻ എന്തായാലും കൂടും നമ്മൾ ഫുള്ള് ഫണ്ട് ചെയ്താണ് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് ഒക്കെ എടുത്താണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും നമുക്ക് ഇപ്പൊ ഈ ഇന്നോവന്റ് ക്രിസ്റ്റന്റെ ഒക്കെ ഗ്യാരണ്ടി ഒക്കെ കൊടുക്കാൻ പറ്റും ഗ്യാരണ്ടി കൊടുക്കല്ല ഫ്ലഡ് പിന്നെ അതുപോലെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും മേജർ ആക്സിഡന്റ് ഉണ്ടെങ്കിൽ അവരോട് പറയും മേജർ ആക്സിഡന്റ് ഉണ്ട് പിന്നെ ഇഞ്ചിന് കാര്യങ്ങളൊക്കെ പിന്നെ ആവശ്യക്കാർ ചെക്ക് ചെയ്തോട്ടെ അവർക്ക് എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം ഷോറൂം കൊണ്ടുപോയി ചെക്ക് ചെയ്യാം എല്ലാം നമ്മൾ ചെയ്തു തരും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി അപ്പോ എവിടുന്നും കേരളത്തിൽ നിന്ന് എവിടുന്ന് കിട്ടാത്ത വിലക്ക് കൊടുക്കാൻ പറ്റും ധൈര്യമായിട്ട് കൊടുക്കല്ല ഒരു ടെൻഷനും വേണ്ട കണ്ണ് ചിമ്മിട്ട് കണ്ണ് തുറന്നിട്ട് എടുക്കാൻ പറ്റിയ നല്ല കിടിലം വാഹനങ്ങൾ ധൈര്യമായിട്ട് അല്ല ഒന്ന് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കോ ലൊക്കേഷൻ നമ്മളിപ്പോ വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അവിടെ 2 കിലോമീറ്റർ 2 കിലോമീറ്റർ അതേപോലെ കാലിക്കറ്റ് എയർപോർട്ടിന്റെ അവിടെ 2 കിലോമീറ്റർ രണ്ടിന് സെൻട്രലാണ് ഇപ്പൊ നമ്മൾ നടുക്കാണ് വരുന്നത് കുറച്ച് ഉള്ളിക്കാണ് അതായത് പുറത്തുനിന്ന് വരുന്ന ആളാണെങ്കിൽ നമ്മളെ അതെ ബൈപ്പാസിന് 2 കിലോമീറ്റർ അത്രേ ഉണ്ടാവുള്ളൂ നമ്മളെ നാഷണൽ ഹൈവേ 2 കിലോമീറ്റർ ഓക്കെ അങ്ങനെ ആർക്കും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ലൊക്കേഷൻ കാര്യങ്ങൾ നമ്പറൊക്കെ ഉണ്ടാവും അപ്പൊ എന്തായാലും ഓരോ വണ്ടിയായിട്ട് കാണിച്ചു കൊടുക്കാം നേരെ വണ്ടിയിലേക്ക് പോകാം അപ്പൊ ഇവിടെ നമുക്കൊരു ആഡംബര കാറിലാണ് തുടങ്ങാല്ലോ ബ്രോ ഓക്കെ പിന്നെ എല്ലാ വാഹനങ്ങളും നമ്പർ ആക്കിയിട്ടാണ് കൊടുക്കുക നമ്പർ ആക്കിയിട്ട് ഓൾറെഡി ഇപ്പൊ നമ്പർ ആയ വണ്ടി ഉണ്ടാവും നമ്പർ കുറെ വണ്ടികൾ നമ്മൾ NOC നിലവിൽ ഇനിയിപ്പോ വേറെ ആർട്ടിയിലേക്ക് പിന്നെ മാറ്റാൻ കഴിയൂല അത് നമ്മൾ പിന്നെ ഇവിടെ തന്നെ ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അങ്ങനെ 1-2 ഗ്യാപ്പിൽ ഉണ്ടെങ്കിലും ആയിക്കോട്ടെ നമുക്ക് പറയാം വീഡിയോയിൽ പറഞ്ഞോളി പിന്നെ ആദ്യമായിട്ട് നമുക്ക് ഇത് കാണിച്ചു കൊടുക്കല്ലേ ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങൾ ഇത് 2018 ക്യാമറി ഹൈബ്രിഡ് ആണ് ക്യാമറയാണ് ഹൈബ്രിഡ് വണ്ടിയാണ് ഡീസൽ ആണ് അല്ലല്ല പെട്രോൾ ഹൈബ്രിഡ് ആണ് 20 കിലോമീറ്റർ മേലെ മൈലേജ് ഉണ്ടാവും നല്ല മൈലേജ് ഉണ്ടാവും ഇത് യൂസ് ചെയ്യുന്നവർക്ക് അറിയുള്ളൂ ഇതിന്റെ യാത്ര അല്ല ഞാൻ പറഞ്ഞ നാട്ടിലുണ്ട് ക്യാമറ ഭയങ്കര മൈലേജ് നല്ല മൈലേജ് പിന്നെ മെയിൻ്റെനൻസ് ഒക്കെ കമ്മിയുള്ള ഒരു വണ്ടി അതെ മെയിൻ്റെനൻസ് ഒക്കെ വലിയ ഓവറായിട്ടൊന്നും ഉണ്ടാവില്ല ടൊയോട്ടന്റെ വണ്ടിയല്ലേ വലിയ ഇടിയും കുത്തും മാത്രം ഉണ്ടാന്ന് നോക്കിയാൽ മതി എഞ്ചിന് കാര്യങ്ങളൊക്കെ പക്കായിരിക്കും ഇതും ഇടിയും കാര്യങ്ങളും റീപ്ലേസ് പോലും വണ്ടിയില്ല ഒന്നുമില്ല ടേസ്റ്റ് പോലും വണ്ടിമേൽ പോയി ഈ വണ്ടിമേ ഇല്ല നിലവില് കറക്റ്റ് 65,000 കിലോമീറ്റർ ഷോറൂം സർവീസ് ഉണ്ട് സർവീസ് കറക്റ്റ് കമ്പനി തന്നെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ല ഹിസ്റ്ററി നല്ല കണ്ണും ചിമ്മിട്ട് എടുക്കാൻ പറ്റും എത്ര കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് പേപ്പർ ആക്കിയിട്ട് 17,99 കൊടുക്കാം പേപ്പർ ആക്കിയിട്ട് 17,90 കൊടുക്കാം 2018 ക്യാമറയാണ് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ ഏകദേശം ഇപ്പം പുതിയത് കമ്പനിയിൽ ഇറങ്ങുന്ന 60 ലക്ഷം രൂപയോളം വില ഉണ്ട് 60 ലക്ഷം രൂപ ചെറിയൊരു ഷേപ്പ് മാറ്റം ഉണ്ടാവുന്നേ ഉള്ളൂ ബാക്കിയൊക്കെ സെയിം അതെ ഓക്കെ ഇവിടെ വീണ്ടും നമുക്ക് ഇത് അൾട്ടീസാ ഇത് അൾട്ടീസ് 2017 എങ്ങനെയായിരുന്നു
ഇപ്പം ഈ ക്യാമറ പറഞ്ഞതൊക്കെ വന്ന കണ്ടീഷനിലാണ്, അത് പോളിഷ് ചെയ്യാണ്ട് കാര്യം അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. അതൊക്കെ ചെയ്തു കൊടുക്കും. ഒന്നും ചെയ്തിട്ടില്ല, അതൊക്കെ നമ്മൾ ലാസ്റ്റ് നിങ്ങൾ പറഞ്ഞ വിലന്റെ ഇൻക്ലൂഡ് ആയിട്ട് ഫുള്ള് ചെയ്ത് കൊടുക്കും. കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, ഓയിൽ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ആയിക്കോട്ടെ. ഇത് എങ്ങനെയായിരുന്നു? ഇത് 2017 വണ്ടിയാണ്. 17 ആണ്. ഇതിപ്പോ സിംഗിൾ ഓണർ ആണ് വണ്ടി. ഇത് 1,40,000 കിലോമീറ്റർ ഓടിയാണ്. നിലവിൽ ഇത് KL 84 NOC എടുത്തേന്, നിലവിൽ എടുത്തേന്. ഇത് നമുക്ക് നമ്പർ ആക്കിയിട്ട് പിന്നെ 6,60,000 രൂപ കൊടുക്കാം. 6,60,000 നമ്പർ ആക്കിയിട്ട് 2017 വണ്ടി. 2017 വണ്ടി നമ്പർ ആക്കിയിട്ട് 6,60,000 തരും. അത് ഈ വർക്കുകളൊക്കെ തീർത്തിട്ട്, അത് വർക്ക് അങ്ങനെ മെക്കാനിക്കൽ വർക്കുകളൊന്നും ഇല്ല, ടച്ചപ്പും കാര്യങ്ങളും പോളിഷും ചെയ്യാണ്ട്. ഇത് മേജർ തട്ടുമുട്ടി ഒന്നുമില്ല, അത് റീപ്ലേസ് പോലെ ഈ വണ്ടി മേലില്ല, ഒന്നുമില്ല. എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും. നല്ല അലുവക്കണ്ണ പോലത്തെ വണ്ടിയാണ് കേട്ടോ, കണ്ണ് ചിമ്മിട്ടെടുക്കാം. 6,60,000 മാക്സിമം ലോൺ ചെയ്യല. ഇതിപ്പോ കസ്റ്റമർ വന്ന് നോക്കുമ്പോ എന്താ വെച്ചാൽ ചെറിയ ടച്ചപ്പും കാര്യങ്ങളും ഉണ്ടാവും, പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ല, ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കും. അതേ കണ്ടീഷനാ വണ്ടി. ആയിക്കോട്ടെ. ഓക്കെ. വീണ്ടും ഖിദ്മത്തിന്റെ അൾട്ടിസ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ നമുക്ക് ആദ്യം ഇത് കാണിച്ചു കൊടുക്കല്ല. ഓക്കെ. ഇത് എങ്ങനെയായിരുന്നു ബ്രോ? ഇത് 2018 വണ്ടിയാണ്. 18 മോഡൽ. അലവിലും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്താണ്. J ഓപ്ഷൻ വണ്ടിയാണ്. J ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർ ആണ് നിലവിൽ കൊണ്ടോട്ടിക്ക് NOC എടുത്തിന്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, മെയിൻ ക്ലാസ് പോലും മാറിയിട്ടില്ല. അത്രയ്ക്ക് പക്ക മിയ ഒന്ന് പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടാവുന്നല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇല്ലല്ലോ, നിലവിലൊന്നുമില്ല. ഇതൊക്കെ ഹിസ്റ്ററി ഉണ്ടോ? ഇത് ഹിസ്റ്ററി കിട്ടും. ഇത് ഏകദേശം 1,35-40 കോടിയാണ്. 2018 വണ്ടി. ആയിക്കോട്ടെ. വേറെ നിലവിലൊന്നുമില്ല. പിന്നെ നമ്മൾ കൊടുക്കുമ്പോൾ ഓയിൽ കാര്യങ്ങളും ഫിൽറ്റർ ഇതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കുള്ളൂ അല്ലെ? അങ്ങനെ ചെക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് കമ്പനി കൊണ്ടുപോയി വരെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ എവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്തോട്ടെ. എത്ര ഇത് ആസ്ക് ചെയ്യണേ? ഇത് നമ്മൾ ഇത് 7,60,000 രൂപയാണ് പേപ്പർ ആക്കിയിട്ട് കേരളത്തിലെ നമ്പർ ആക്കി അവരെ പേർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന റേറ്റ് വരുന്നത്. 7,65. അതും 2018 വണ്ടി അല്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ഇവിടെ വീണ്ടും ഒരു വൈറ്റ് കളർ. ഇത് 2018 വണ്ടി തന്നെ. ഇതും 18 തന്നെ. അലവിൽ ചെയ്തിട്ടില്ല. നമുക്ക് ഇത് ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് J തന്നെയാണ് ഓപ്ഷൻ. അതും J തന്നെയാണ്. ശാല അലവില് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്, എക്സ്ട്രാ കയറ്റിയതാണ്. റീപ്ലേസ് ഇല്ല വണ്ടിമേല്. വണ്ടി മെയിൻ ക്ലാസ് ഒന്നും റീപ്ലേസ് പിന്നെ അപ്രോണ് കാര്യങ്ങളൊക്കെ 100% ഗ്യാരണ്ടിയാണ്. പക്കാണ്. ഓട്ടം കാര്യങ്ങളൊക്കെ എങ്ങനെ? ഇത് 1,23 വണ്ടി. ജെന്യൂൻ ആയിരിക്കില്ല. 2018 വണ്ടിയല്ലേ? അതെ. പിന്നെ ഇത് നമുക്ക് പേപ്പർ, ഇത് KL 84 NOC എടുത്ത വണ്ടിയാണ്. ഇതൊക്കെ നമുക്ക് എപ്പോ വേണമെങ്കിൽ 2 ദിവസം കൊണ്ട് അവർക്ക് കേരള നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. ഓക്കെ. എത്ര കൊടുക്കാം ഇത്? ഇത് നമുക്ക് 7,40,000 രൂപ കൊടുക്കാം. 7,45 കൊടുക്കാം. പേപ്പർ ആക്കിയിട്ട് അവരുടെ പേർക്ക് മാറ്റി. ഇതൊക്കെ ഈ വണ്ടികളൊക്കെ ലോണൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന വണ്ടികളാണ്. ഏകദേശം നമ്മൾ പറഞ്ഞ ഏകദേശം അത് ആവശ്യക്കാരന് വിളിച്ച് നല്ല ഖീദിമത്തിന്റെ സിൽക്കി ഗോൾഡൻ കളറിൽ വന്നിട്ടുള്ള ഒരു ഇന്നോവ കാറാണ് നിങ്ങളെ കാണിക്കുന്നത്. ഈ കളറ് അല്ലെ, ഈ കളർ കുറച്ച് റയർ ആണ് സാധനം, കുറച്ച് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന കളറാണ്. ഈ കളർ കൂടുതൽ ആൾക്കാർ ഇന്നോവയിൽ ഇഷ്ടപ്പെടുന്നത്. അതെ. എങ്ങനെയായിരുന്നു ബ്രോ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ എന്ന് പറഞ്ഞു? 2013 നവംബർ വണ്ടിയാണ്. ഓക്കെ. ഇത് നിലവിൽ സിംഗിൾ 13 G4 ആണ്. ഇത് NOC നിലവിൽ എടുത്തിട്ടില്ല. NOC എടുത്തിട്ടില്ല. ഏത് ജില്ലക്ക് വേണമെങ്കിൽ, എങ്ങോട്ടും വേണമെങ്കിൽ, ഏത് ആർടിയിലേക്ക് വേണമെങ്കിൽ, എവിടേക്കും വേണമെങ്കിൽ നമുക്ക് NOC എടുത്ത് കൊടുക്കാം. നമ്പർ എടുത്തു ഏത് ആർടിഒ എടുത്ത് കൊടുക്കാം. ഓക്കെ. എങ്ങനെ ഓട്ടം കാര്യങ്ങള്? ഇത് 1,90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഇല്ല. ഫ്രണ്ട് ഗ്ലാസ് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ടല്ലേ? വേറെ ഒന്നുമില്ല. വേറെ പ്രശ്നമൊന്നുമില്ല. ബോണറ്റ് ഇടിക്കാന്ന് പ്രശ്നമൊന്നുമില്ല. എല്ലാം കണിച്ചിമീറ്റ് എടുക്കാം. എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് പേപ്പർ ആക്കിയിട്ട് 7,60,000 രൂപക്ക്. 2013 ലാസ്റ്റ് വണ്ടി. 13 ലാസ്റ്റ് പേപ്പർ ആക്കിയിട്ട് 7 നമ്പർ ആക്കിയതിന് ശേഷം നമ്പർ ആക്കിയ പ്രൈസ് ആണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത്. ഓക്കെ. അപ്പോ ഇവിടെ ഒരു വൈറ്റ് കാണിച്ചു കൊടുക്കല്ലേ? അതെ. ഇത് ടൈപ്പ്, അതായത് കമ്പനിയിൽ നിന്ന് വന്ന പോലെ തന്നെയാണ്. ഇത് ടൈപ്പ് 3 വന്ന. അതെ. ഇത് 2012 ലാസ്റ്റ് 13 രജിസ്ട്രേഷൻ. കമ്പനി ഡെലിവറി 13 ഡെലിവറി അല്ലേ? ഇത് സ്റ്റോക്ക് കണ്ടീഷൻ. ഇതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം. പോളിസി കാര്യങ്ങളും ഇതൊക്കെ ചെയ്യാൻ നമ്മൾ ചെയ്ത് റെഡി ആക്കി കൊടുക്കാം. ഓൾറെഡി ഇപ്പൊ നമ്പർ ആയിട്ടില്ലല്ലോ. നമ്പർ ഇല്ല നിലവിൽ എടുത്തിട്ട് നമുക്ക് ഏത് ആർട്ടിയൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഓട്ടോ ഏകദേശം ഒരു 1,70 ആ റേഞ്ചിലാണ് വണ്ടി ഓടിയത്. വണ്ടി വേറെ റീപ്ലേസ് ഇല്ല. വേറെ റീപ്ലേസ്, ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് വേറെ ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് എന്തായാലും അതർ സ്റ്റേറ്റ് വണ്ടികൾക്ക് നമുക്ക് കൂടുതൽ കിട്ടില്ല, നമ്മൾ നോക്കലുണ്ട്. അതെ. ഓക്കെ. നിങ്ങൾ മാക്സിമം അത് ഇല്ലാത്തത് നോക്കിയെടുക്കും. ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്ക് ലാസ്റ്റ് ഫൈനൽ 5,60,000 കൊടുക്കാം.
5-6 കൊടുക്കാം. ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. സിൽവർ കളറിൽ വന്നിട്ടുള്ള ഒരു ഇന്നോവ കാറാണ്. ഇത് എങ്ങനെയാണ് ബ്രോ? ഇത് 2011 നവംബർ വണ്ടി. ഓക്കെ, നിലവിൽ 3rd ഓണർ വണ്ടിയാണ്. ഇത് നമുക്ക് NOC ഇപ്പൊ എടുക്കണമെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാം. പക്ഷെ സെപ്റ്റംബർ വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ 5 കൊല്ലത്തെ റിന്യൂവലും കൂടി ചെയ്യാം. പക്ഷെ ചെറിയ റേറ്റേ വരുള്ളൂ. നമുക്ക് ആ റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കൊടുക്കും ചെയ്യാം. കുറച്ച് കൊടുക്കാം. ടൈപ്പ് 4 കൺവേർട്ട് ആക്കിയ ടൈപ്പ് 4 കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ വി ആണല്ലേ? G4 അല്ല, വി ആണ് ഓപ്ഷൻ വരുന്നത്. അതുപോലെ തന്നെ വേറെ മേജർ ആയിട്ട് പറഞ്ഞാൽ ഇവിടെ ഒരു മരം വീണാണ്ട് ചെറുതായിട്ട് വലിയ മേജർ ഇല്ല. ഈ ഗ്ലാസ് മാറ്റിന് ഇവിടെ ഈ പോസ്റ്റിന്റെ അവിടെ ചെറിയ വർക്ക് ചെയ്തത്. ഈ ബോണറ്റിന്റെ ഇവിടെ ഒന്നും പ്രശ്നം ഇല്ല. ബോണറ്റൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഓൾറെഡി ടൈപ്പ് 2 മാറ്റുന്നതല്ലേ, ടൈപ്പ് 4 ഇത് കൺവേർട്ട് ചെയ്തതാണല്ലോ. ഏതായാലും ചേഞ്ച് ചെയ്തിട്ടല്ലേ. അത് അങ്ങനെ മാറുന്നുണ്ട്. എന്തായാലും ആവശ്യക്കാർ വന്ന് ചെക്ക് ചെയ്യാം. റേറ്റ് നമുക്ക് ടോപ്പ് റേറ്റ് ആണ്. 3,99,000 രൂപ. എത്ര? 3,99,000. 2011 നവംബർ വി വണ്ടി. 3,99,000. ആര് കൊടുക്കും? ഈ വിലക്ക് ഒരാളും കൊടുക്കൂല. അപ്പോ ഈ ഒരു പ്രശ്നം നിങ്ങൾ ആവശ്യക്കാരാണെങ്കിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അത് മേജറായിട്ട് ഇപ്പൊന്നും ഇല്ല, കാണാനില്ല. നമ്മൾ പറയുന്നുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ. MLA MP മന്ത്രിമാര് ടാക്സിക്കാരൊക്കെ ഉറ്റുനോക്കുന്ന വൈറ്റ് ഇന്നോവ എങ്ങനെയായിരുന്നു? ഇത് 2012 ഡിസംബർ വണ്ടിയാണ്. നമ്പർ എടുത്തിട്ടില്ല. ഏത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഏത് ആർട്ടിയൊക്കെ വേണമെങ്കിൽ ഇന്ത്യയിൽ എവിടേക്കും ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 4,95,000 രൂപ. 2012 ഡിസംബർ വണ്ടി. പേപ്പർ ആക്കിയിട്ടാണ്. 2012 വണ്ടി പുതിയ പേപ്പറിൽ നമ്പർ ആക്കി 495 ആണ്. പിന്നെ എന്താ ചോദിക്കാൻ 2012 ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. നല്ല കറുകറുത്തൊരു കരിമ്പുലി, അതും ഫോർച്യൂണർ ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ബ്രോ, ഇത് എങ്ങനെയായിരുന്നു? ഇത് ഫുൾ ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കൊടുത്തത്. 2012 ഫുള്ളി ബ്ലാക്ക്. കൂടുതൽ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ള വണ്ടിയാണ് ബ്ലാക്ക് ഫോർച്യൂണർ. അതെ. ഇത് കമ്പനി കളർ തന്നെയല്ലേ? അല്ല, കമ്പനി കളർ. ഇത് നിലവിൽ എന്താ വിഷയം എന്ന് വെച്ചാൽ, ഇത് നമ്മളൊരു പാർട്ടിക്ക് കൊട്ടിയ വണ്ടിയാണ്. അവരുടെ പേരിൽ NOC, കൊടുവള്ളിയുള്ള ഒരു ടീമിന്റെ പേരിൽ NOC എടുത്ത വണ്ടിയാണ്. പക്ഷെ അവർ 2012 വണ്ടിയാണ്. ഒരു 14-15 മാസം ഇതിന് ലോണ് കിട്ടുള്ളൂ തന്നെ. അപ്പം ഇത് കൊടുക്കുന്ന ടൈമിൽ ഞാൻ ഇവിടെ ഷോപ്പുള്ള അവർ കൊടുത്തതാണ്. ഞാൻ ഇവിടെ ഇല്ലേനി. അപ്പൊ ലോണിന്റെ അവര് കറക്റ്റ് നോക്കിയില്ല. 1 കൊല്ലത്തിന് മാത്രം ലോൺ കിട്ടും. 1.5 കൊല്ലം. അപ്പൊ അവർക്ക് അത് കൂടുതൽ എമൗണ്ട് NOC എടുത്തതിന്റെ ശേഷം അതൊക്കെ കാര്യമായിട്ട് നോക്കി. അതെ, 1.5 കൊല്ലൊക്കെ വേണമെങ്കിൽ ഇടാം. പക്ഷെ എന്താന്ന് വെച്ചാൽ നല്ല എമൗണ്ട് വരും കൂടുതലൊക്കെ ഇട്ട് കഴിഞ്ഞാല്. ഇത് നമുക്ക് നല്ല 8,99,000 2 വീല് ഓട്ടോമാറ്റിക്. 2012 27 വരെ പേപ്പറുള്ള ഒരു വണ്ടി. ഇത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ നമുക്ക് ഒരു ചെറുവണ്ടി കാണിച്ചു കൊടുക്കാം. 2022 ഇതൊരു എക്സ്ചേഞ്ചിൽ ഇപ്പൊ വന്ന വണ്ടി. മാരുതിന്റെ ബലോന 2022 ഡീസലാ പെട്രോൾ വണ്ടി അല്ലേ? ഏത് ഓപ്ഷൻ? സീറ്റ 84,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ്. ഒറിജിനൽ കേരള. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. 6,75 കൊടുക്കാം. 6,75 എത്ര? 6,75 5,75. 5,75. അതാ ഞാൻ ചോദിച്ചത്. 2000 എത്ര മോഡൽ? 2022 വണ്ടി. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. 5,75 കേട്ടോ. അതും ഓട്ടോ എത്ര ഉള്ളത്? 84,000 ഫുൾ കമ്പനി സർവീസ്. ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ പണം വിളിച്ചോട്ടെ. വീണ്ടും ഒരു ഇന്നോവ കാർ കാണിച്ചു കൊടുക്കാം. ഇതെങ്ങനെയായിരുന്നു? ഇത് 2012 ഗ്രേ കളർ വണ്ടിയാണ്. ഗ്രേ കളർ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. ഗ്രേ എല്ലാവർക്കും ഇഷ്ടപ്പെടാം. നോ ടെൻഷൻ. ഗ്രേ കളർ കണ്ടാൽ തന്നെ ആളുകൾ എടുത്തു. അതെ. ഓക്കെ, 27 പേപ്പർ ഉണ്ടാവില്ല. ഇത് പേപ്പർ ചെയ്തിട്ടില്ല, നമ്മൾ NOC എടുത്തിട്ടില്ല. എങ്ങോട്ടാ വേണ്ടി 27 പേപ്പർ ഉണ്ടാവുക നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, NOC നിങ്ങൾ എടുത്തിട്ടില്ല. ചേഞ്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് G4 G4 ആണല്ലേ? നമുക്ക് നമ്പർ ആക്കിയിട്ട് 4.25 ലക്ഷം രൂപ കൊടുക്കാം. 2012 G4 ടൈപ്പ് 4 കൺവേർട്ട് ആക്കിയ ഒരു വണ്ടിയാണ്. 4.25. ഓക്കെ, അതും നമ്പർ ആക്കിയിട്ട് നമ്പർ ആക്കിയുള്ള റേറ്റ് ഇതൊക്കെ നമ്പർ ആക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇവിടെ ഒരു അൾട്ടീസ് ബ്ലാക്ക്, ഒരു കരിമ്പുലി അല്ല? അതെ. നമ്പർ ആയ വണ്ടിയാണ്. പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. പോളിഷ് ഒക്കെ ചെയ്യാണ്ട് നമ്മൾ റെഡി ആക്കിയിട്ടാ കൊടുക്കാം. ഇത് മോഡൽ എത്രയായിരുന്നു? ഇത് 2015 ഓൾറെഡി നമ്പർ ആയതാണ്. പിന്നെ ഇത് 5.5 ലക്ഷം രൂപ വരും. 5 ലക്ഷം രൂപ കൊടുക്കാം. മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ 100% ഗ്യാരണ്ടി. ഇത് ജിയാ വണ്ടി? ഇത് ഡീസൽ വണ്ടി. അത്യാവശ്യം ഒരു 20 കിലോമീറ്ററിന് മേലെ മൈലേജ് കിട്ടുന്ന ഒരു
വണ്ടി അല്ല? അതെ അതെ അതെ. ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഖിദ്മത്തിന്റെ ഒരു വൈറ്റ് ക്രിസ്റ്റയാണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? ഇത് 2016 ആണ്. 16 വണ്ടി. G4 G4 പ്ലസ് മാനുവൽ വണ്ടി അല്ലേ? മാനുവൽ ആണ്. ഓക്കെ, എത്ര ഓട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാവും? ഇത് 1,10,000. ഓടിണ്ടല്ലേ? ഇത് ഹിസ്റ്ററിക്ക് പറ്റൂല. എത്രയാണ് ആസ്ക്? ഇത് ആസ്ക് 1099 നമ്പർ ആക്കി കൊടുക്കണം. റേറ്റ് 1099 നമ്പർ ആക്കി കൊടുക്കും. നമ്പർ ആക്കിട്ട് കൊടുക്കും. അതും 2016 വണ്ടി. വേറെ വർക്കോ കാര്യങ്ങളൊന്നും നിലവിൽ ഒന്നും ചെയ്യാം. മേജർ ആക്സിഡന്റ് തട്ടുമുട്ടൊന്നുമില്ല അല്ല? നമ്മൾ പറയും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് കൊടുക്കുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്കൊരു മുന്തിരി കളർ അല്ല? മുന്തിരിയല്ല, ബ്ലാക്ക്. അത് നമ്മള് സൺഗ്ലാസ് വെച്ചോണ്ട് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇത് ബ്ലൂ ആണ്, പർപ്പിൾ ബ്ലൂ. ഓക്കെ, പർപ്പിൾ ബ്ലൂ അല്ലേ? എങ്ങനെയായിരുന്നു ഇത്? 2022 ഒരു വെറൈറ്റി കളർ, റയർ ആണ്. ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ ബ്ലാക്ക് ആണ്, ഫുള്ളി ഒറിജിനൽ ബ്ലാക്ക് ആയി തോന്നുന്നു. അടുത്തുനിന്ന് വരുമ്പോ പോലെ ചെറിയ കളർ മാറ്റം. ഇത് മോഡൽ എത്രയാണ്? ഇത് 2022 21 12 മാസം 2022 രജിസ്ട്രേഷൻ. പുത്തൻ വണ്ടി. 65,000 കിലോമീറ്റർ. വേറെ തട്ടുമുട്ട് ഒന്നുമില്ല, ഇടിമുത്തൊന്നുമില്ല. എത്ര കൊടുക്കാം? 20.5 ലക്ഷം റുപ്യക്ക് പേപ്പർ ആക്കിട്ട് കൊടുക്കാം. 22Z. നിങ്ങൾ എവിടെ നിങ്ങൾ പോണതല്ലേ? ഏറ്റവും ടോപ്പ് Z ഓപ്ഷനിലുള്ള വണ്ടിയാണ്. അതും മൂപ്പര് ചോദിച്ചിട്ടുള്ള 20.5 ലക്ഷം റുപ്യ. 20 ലക്ഷം റുപ്യ എവിടുന്ന് കിട്ടും? വേറെ നമുക്ക് ഇതിൽ ബാർഗൈനിങ് ഒന്നും നടക്കൂല, കാരണം ചാൻസ് ഇല്ല, ക്യാപ്പില്ല. വീണ്ടും ഇവിടെ ഒരു വൈറ്റ് ക്രിസ്റ്റ. എങ്ങനെയായിരുന്നു ബ്രോ മോഡൽ? 2017 മോഡല്, സിംഗിൾ ഓണർ, ഏകദേശം 2.5 ലക്ഷം കിലോമീറ്റർ ഓടിയാണ്. വണ്ടിമില് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഏത് ഓപ്ഷന്? ഇത് G ഓപ്ഷൻ. G ആണ്. ഓക്കെ, വന്ന അതേ കണ്ടീഷനിലുള്ള വണ്ടിയാണ്. ഇത് നമ്മൾ ഫുൾ പെയിന്റിങ് കാര്യങ്ങള്, കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒക്കെ വേണമെങ്കിൽ നമ്മൾ ചെയ്ത്. NOC നിലവിൽ എടുത്തതിന് KL84 എടുത്തത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് നമുക്ക് ഓഫർ ആയിട്ട് കൊടുക്കാം. ഈ വീഡിയോയില് ഏറ്റവും ടോപ്പ് ഓഫർ. ഇത് നമുക്ക് ലാസ്റ്റ് 8,49,000. ഫസ്റ്റ് ആരാ വിളിക്കണം അവർ കൊടുക്കും. 8,49,000. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. കിലോമീറ്റർ 2.5 ലക്ഷം കിലോമീറ്റർ ഓടിയാണ്. 8,49,000 NOCയിൽ പേപ്പർ ആക്കിയിട്ടാണെങ്കിൽ നമുക്ക് 9.25 ലക്ഷം റുപ്യക്ക് നമുക്ക് പേപ്പർ ആക്കി കൊടുക്കാം. 2017 ക്രിസ്റ്റ. എന്തായാലും നമ്പർ ആക്കിയെങ്കിൽ നിങ്ങൾ 10ന്റെ ഉള്ളിലേ ആവുള്ളൂ, അതിന് പുറത്തു പോകില്ല. എങ്ങനെയാലും 12 രൂപക്ക് പോണ വണ്ടിയാണ്. 2017 വണ്ടി. മേജർ ആക്സിഡന്റ് 100%. കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ എല്ലാ ഫെസിലിറ്റി നമ്മളുണ്ട്, കൊടുക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. അവർ അതിന് പോകാനുള്ള ചെലവ് ഇത് മാത്രം അവർ ചെയ്യും, വേറെ ഒന്നും. കണ്ണ് ചിമ്മിട്ടും കണ്ണ് തുറന്നിട്ട് എടുക്കാൻ പറ്റിയ ഖിദ്മത്തിന്റെ വണ്ടി. ഇത് അഡ്വാൻസ് ആരാണോ ആക്കുന്നത്? ഇതെന്താന്ന് വെച്ചാല് അവർ ആദ്യം നമ്മള് ഇപ്പൊ കൊണ്ടുവന്ന അതേ കണ്ടീഷനിലാണ് വണ്ടി ഉള്ളത്. ഇത് നമ്മൾ ഈ വർക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. അതായത് നമ്മള് മെക്കാനിക്കൽ പണികൾ ഒന്നും നിലവിലില്ല. മെക്കാനിക്കല്ല. ഇത് 2 ദിവസം മുന്നേ ബാംഗ്ലൂരിൽ നിന്ന് ഓടിച്ചു കൊണ്ടുപോകും. മെക്കാനിക്കൽ ഒരു വർക്കില്ല നിലവിൽ ചെയ്യാനില്ല. അതായത് ഈ ബമ്പർ ടച്ചപ്പ് കാര്യങ്ങൾ ഇനി ഇത് പുതിയ മോഡലിലേക്ക് ചേഞ്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ ചാർജ് എന്താ വെച്ചാൽ തന്നാൽ മതി. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കാം അല്ല? അപ്പൊ ആവശ്യക്കാരെ വിളിച്ചോട്ടെ. ഫസ്റ്റ് അഡ്വാൻസ് ആക്കുന്ന ആൾക്ക് വണ്ടി കൊടുക്കും. വേറെ ഉണ്ട് വണ്ടി, നമ്മള് വർക്കിലുള്ള വണ്ടികൾ ഇതേ ഈ സെയിം വിലക്കുള്ള വണ്ടികൾ വേറെ ഉണ്ട്. ആയിക്കോട്ടെ. ഇവിടെ ഒരു മുന്തിരി കളറിൽ വന്നിട്ടുള്ള ഒരു ക്രിസ്റ്റയാണ്. ഇത് എങ്ങനെയാണ് ബ്രോ? ഇത് 2021 V ഓപ്ഷൻ പുത്തൻ വണ്ടി. 1,16,000 കിലോമീറ്റർ. നോ റീപ്ലേസ്. ഫുള്ളി കമ്പനി സർവീസ്. ഫുൾ കമ്പനി സർവീസ്. 10 ഫുൾ കമ്പനി സർവീസ്. നല്ല ആലുവക്കണ്ടം പോലത്തെ വണ്ടി. ആലുവക്കണ്ടം. ആദ്യം ചെയ്യാനുള്ളത് സീറ്റ് കവറും അടിയിലെ മാറ്റും. അത് കമ്പനി അവര് ഇറങ്ങിയത് മുതൽ ഇതുവരെ സീറ്റ് കവർ ഇട്ടിട്ടില്ല, അവർ അങ്ങനെ ഉപയോഗിച്ച വണ്ടിയാണ് തന്നെ. ഓക്കെ, അത്രയും ക്വാളിറ്റി വണ്ടി. അതെ. ഓട്ടം എത്ര പറഞ്ഞു? ഓട്ടം 1,16,000 കിലോമീറ്റർ. ഇപ്പൊ ലാസ്റ്റ് സർവീസ് കഴിഞ്ഞത് 1,10,000. ഓപ്ഷൻ വരുന്നത് G4 പുഷ്പട്ടൻ ഒക്കെ വരുന്ന V ഓപ്ഷനിൽ വന്നിട്ടുള്ള ഒരു വാനാണ് ബ്രോ. ഇത് എത്രയാണ് നിങ്ങൾ ആസ്ക് ചെയ്യുന്നത്? ഇത് പേപ്പർ 18,95,000 നമ്മൾ പേപ്പർ ആക്കിയിട്ട് കൊടുക്കും. 18,95,000 NOC നിലവിൽ എടുത്തത് വണ്ടിയാണ് തന്നെ. 18,95 നമ്പർ ആക്കിയിട്ട് 5 സീറ്റ് വാഹനങ്ങൾ കാണിച്ചു കൊടുക്കല്ലേ? നമുക്ക് ഇവിടെ ഹോണ്ട സിറ്റി 2 ഉണ്ട്. എത്ര പീസ് ഉണ്ട്? ഇത് 2 ഉണ്ട്. ഇവിടെ 2 ഉള്ളൂ അല്ല? നമുക്ക് ആദ്യം ഇത് കാണിച്ചു കൊടുക്കാം. ഇത് 2019 വണ്ടി. ഇത് കേരള വണ്ടിയാ? അല്ലല്ല, ഇത് അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. KL84 NOC ആയിരിക്കും. സിംഗിൾ ഓണർ വണ്ടിയാണ്. 19 വണ്ടി. ഓക്കെ.
ഇത് നമുക്ക് ഓഫർ റേറ്റിൽ കൊടുക്കാം. ഇത് നമുക്ക് ഓൾറെഡി ഇത് NOC എടുത്തോണ്ട് നമുക്ക് ഈ കൊണ്ടോട്ടി പേപ്പർ ആക്കിയിട്ടാണ് ഇത് കൊടുക്കുക. പേപ്പർ ആക്കിയിട്ട് കൊടുക്കാം. ഇത് ഏതാ ഓപ്ഷൻ തന്നെ? ഇത് SV, അതായത് അലവില് കാര്യങ്ങളൊക്കെ വരുന്ന അത്യാവശ്യം ഒരു വണ്ടിക്ക് വേണ്ട എല്ലാ സെറ്റപ്പും ഓപ്ഷൻ അതാണ്. പിന്നെ വേറെ ഇടിയും കുത്തില്ല, ഒരു റീപ്ലേസ് പോലും ഇല്ല. ഒറിജിനൽ മെയിൻ ക്ലാസ് വരെ രണ്ടും ഒറിജിനലാണ്. മെയിൻ ക്ലാസ് പോലും റീപ്ലേസ് ഒരു കിളിക്കുഞ്ഞു പോലത്തെ വണ്ടി അല്ലേ? കിളിക്കുഞ്ഞ്. എത്ര കൊടുക്കത്? പിന്നെ ഇത് 2019 വണ്ടിയാണ്. ഫൈനൽ റേറ്റ് 6,20,000. പക്ഷെ ബാർഗൈനിങ് ഇല്ല, നടക്കൂല. 2019 വണ്ടിയാണ്. പേപ്പർ ആക്കിയിട്ടുള്ള റേറ്റ് ആണ്. പേപ്പർ ആക്കിയിട്ടുള്ള റേറ്റ് ആണ്. 6,20,000. 6,20,000 വരെ മാർക്കറ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, ഇതെങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് 2019 വണ്ടി തന്നെയാണ്. രണ്ടും സെയിം. ഓക്കെ, പറഞ്ഞോളി. പിന്നെ ഇത് രണ്ട് സെയിം, നമുക്ക് അതേ ഓപ്ഷൻ തന്നെയാണ്. അതേ റേറ്റ് തന്നെയാണ്. 6,20,000. രണ്ടും ഒരേ റേറ്റ് തന്നെ അല്ല? ഒരു വീട്ടിൽ നിർത്ത വണ്ടിയാണ്, അതാണ് രണ്ടും അങ്ങനെ വന്നത്. ഓക്കെ, ഒരേ റേറ്റ് ആണ് കേട്ടോ രണ്ടും. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി. പൊട്ടിച്ചങ്ങോട്ട് കൊടുക്കന്നെ അല്ല ചെറുവണ്ടികള്. ഇത് വോക്സ് വാഗന്റെ വെന്റോ ആണ്, ഡീസൽ ആണ്. 2016 ലാസ്റ്റ് 17 രജിസ്ട്രേഷൻ, ഒറിജിനൽ കേരള വണ്ടി. 17 രജിസ്റ്റർഡ്, 17 ഡീസൽ മോഡൽ, ഹൈലൈൻ മോഡൽ. അതെ, ഹൈലൈൻ ആണോ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ റീപ്ലേസ് കാര്യങ്ങളൊന്നും നിലവിലില്ല. ഒന്നുമില്ല. പക്ക വണ്ടി. എത്ര കൊടുക്കാം? ലാസ്റ്റ് 3,99. 3,99 കൊടുക്കാം. അതിലെ മേലെ ലോൺ. എത്ര മോഡലായിരുന്നു? 2016 ലാസ്റ്റ് 17 രജിസ്ട്രേഷൻ, 17 രജിസ്റ്റർഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. 3,90. എത്ര? 3,99. എന്തെങ്കിലും 3,95 കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു ഡസ്റ്റർ 85. 85 എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? 2014 ലാസ്റ്റ്. നിലവിൽ റീപ്ലേസ് ഉണ്ട്, ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. പൊട്ടലുണ്ട്. ഇത് ചെറിയ പോളിഷ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനേ ഉള്ളൂ. ചെയ്യാനുണ്ട്, അറ്റകുറ്റപ്പണിയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. പക്ഷെ അതൊക്കെ ഇനി കസ്റ്റമർ ആണെങ്കിൽ കസ്റ്റമർ എടുത്തോട്ടെ. ഈ ഇതേ കണ്ടീഷനിലാണെങ്കിൽ വേറെ കംപ്ലൈന്റുകളൊന്നും ഇല്ല. ഈ ചെറിയ വല്ലാതില്ല. അതെ, ഈ അറ്റകുറ്റപ്പണി ഇത് നമ്മൾ ഈ ബമ്പർ ഗിമ്പർ എന്നാലും ഇല്ല, അതുമില്ല. 90% ഒന്നും ചെയ്യാനില്ല, കമ്മിയാണ്. എത്ര കൊടുക്കാം? 2,40,000 കൊടുക്കാം. 2014 ലാസ്റ്റ് വണ്ടി. നിങ്ങളെ വീഡിയോ ചെയ്തിട്ടുണ്ടാവും. ഒരു ആൾട്ടോ 800 എടുക്കുന്ന പൈസ വണ്ടി, ലാസ്റ്റ് വണ്ടി. നല്ല ഖീരുമത്തിന്റെ ഒരു പെട്ടി പീസ് ക്രിസ്റ്റയാണ് നിങ്ങൾ കാണിക്കുന്നത്. ബ്രോ, ഇതെങ്ങനെയായിരുന്നു കാര്യങ്ങള്? 2 ലക്ഷം. ഇത് 2018 ഡിസംബർ വണ്ടി. ഓക്കെ, നിലവിൽ സിംഗിൾ ഓണർ ആണ്. G4 ആണ്. NOC എടുത്തിട്ടില്ല. ഫുള്ളി കമ്പനി സർവീസ് ഉണ്ട്. 2,32,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ്. ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും വണ്ടി ഒന്നുമില്ല, പക്കാ വണ്ടി അല്ലേ? എത്ര കൊടുക്കാം ബ്രോ? ഇത് നമുക്ക് റേറ്റ് 12,75,000 കൊടുക്കാം. 12 നമ്പർ ആക്കിയിട്ട് 18,75 കൊടുക്കാം. 18 ഡിസംബർ വണ്ടി. 18 ഡിസംബർ വണ്ടിയാണ്. 12,75. ഓക്കെ, ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളി. ഇവിടെ ഒരു ഖിദ്മത്തിന്റെ ആഡംബര കാർ ടൊയോറ്റന്റെ ക്യാമറയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. എങ്ങനെയാണ് ബ്രോ ഇത്? ഇത് 2014 ഓണർഷിപ്പ് 4th ആയി. പക്ഷെ വണ്ടി നിങ്ങൾ വന്ന് കണ്ടൊക്കെയാണെങ്കിൽ ഇത് 4th ആയിട്ട് ഉപയോഗിച്ച് ഒന്നും നിങ്ങൾക്ക് കാണാണ്ടാവും. ഒന്നുമില്ല, ഫുള്ളി അതായത് കമ്പനി, ഒരു സാധനം പോലും ഫുൾ കമ്പനി. അതായത് ഒരു റീപ്ലേസ് കാര്യങ്ങൾ 98% ഒറിജിനൽ പൈന്റ്. ധൈര്യത്തിൽ പറഞ്ഞ എന്താ വെച്ചാല് കൺഫേംഡ് ആണ്. അതെ, 4ാമത്തെ ഓണർ ആണെങ്കിലും എന്തുകൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമുക്ക് പറയുന്നത്. വേറെ ഒരു റീപ്ലേസും ഇല്ല, ഒരു തരിമണി റീപ്ലേസ് കാണിച്ച പൈസ അങ്ങോട്ട് കൊടുക്കും. അത്രക്കും വീഡിയോയിലല്ല പറയുന്നത് നമ്മള്. ഓക്കെ, മോഡൽ വരുന്ന 14 ഓട്ടോ. ഇത് 65,000 കിലോമീറ്റർ. ഇത് ജെനുവിൻ ആണ്. ഓപ്ഷൻ ഏതാ? മീഡിയ ഫുൾ, ഏറ്റവും ടോപ്പ്. എല്ലാ വണ്ടിക്ക് വേണ്ട എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇതിനെ പറ്റി പറയാനില്ല. ഇതിനിപ്പോ നിലവില് 2014 വണ്ടിയാണ്. ഇത് നമ്മൾ ഹൈബ്രിഡ് ബാറ്ററിയാണ് വരിക. നിലവിൽ ഇതുവരെ ഹൈബ്രിഡ് ബാറ്ററി മാറ്റിയിട്ടില്ല. പക്ഷെ റീപ്ലേസ് ചെയ്യാനുള്ള ടൈം ആയിന്. അപ്പം ഇതിന്റെ ഏകദേശം പുറത്തുനിന്ന് മാറ്റുകയാണെങ്കിൽ 1,50 ഒക്കെ ചാർജ് വരുന്നുണ്ട് ബാറ്ററിക്ക്. പിന്നെ നമ്മൾ കമ്പനിയിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ 2.5 താഴെ കണ്ടാണ് 2,40, 2,30 അതും കോസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ വണ്ടി കൊടുക്കാൻ പോണത് സാധാരണ നിലവിൽ 12.5-13 ലക്ഷം റുപ്യ വരെ ബാറ്ററി മാറ്റിയ വണ്ടിക്ക് നിലവില് വണ്ടിക്ക് വില ഉണ്ട്. പക്ഷെ ഇത് ഇത്ര ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ 100% ക്വാളിറ്റി. ആര് വന്നാലും നിങ്ങൾ വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞാൽ അവർക്ക് അതിന്റെ പൈസ വണ്ടിക്കൂലൊക്കെ നമ്മൾ കൊടുക്കും. പക്ഷെ ഹൈബ്രിഡ് നമ്മൾ പറയുന്നത് മാറ്റാൻ അയക്കണേ. കാരണം ഇപ്പൊ നിലവിൽ നമുക്ക് ഇത് മൈലേജ് കിട്ടുന്നുണ്ട്. ഒരു ലോങ് ഒക്കെ പോകുമ്പോൾ 14-15, ഞാൻ 2 മാസത്തോളം ഉപയോഗിച്ചിരുന്നു. 14-15 റേഞ്ചിലെ മൈലേജ്. മറ്റേ വണ്ടിക്ക് നമുക്ക് 20 മേലെ കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കുറവ് തീരെ എന്തായാലും ഉണ്ടാവും. അപ്പൊ ഇത് നമുക്ക് പേപ്പർ ആക്കിയിട്ട്, നമ്പർ ആക്കിയിട്ട്, ഇത് നമ്പർ ആക്കാൻ അത്യാവശ്യം പൈസ വരും. നമ്പർ ആക്കിയിട്ട് നമുക്ക്
പിന്നെ 8,65,000 കൊടുക്കാം. 8,65,000 ഹൈബ്രിഡ് ക്യാമറി നമ്മള് അൾട്ടീസിന് കൊടുക്കണം. ഏകദേശം 7,00,000 റുപ്യ, 6,00,000 റുപ്യ, 7,00,000 റുപ്യ. അത് ഇത്ര ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കട്ടെ. അതെ അതെ. ഇവിടെ നമുക്ക് BM ഏതായിരുന്നു? BM 5 സീരീസ്. 5 സീരീസ് ആണ്. എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങള്? ഇത് 2013 ലാസ്റ്റ് 14 രജിസ്ട്രേഷൻ. 14 രജിസ്റ്റേർഡ് ഉണ്ട്. നമ്പർ ആയിനോ? ഇല്ല, നമ്പർ ചെയ്തിട്ടില്ല. നിലവിൽ സെക്കൻഡ് ഓണർ ആണ്. നമുക്ക് അവരുടെ പേർക്ക് ഡയറക്റ്റ് NOC എടുത്തു. ഓക്കെ. ഇത് നമുക്ക് NOC റേറ്റ് പറയാം. ഒന്നുകൂടെ ബെറ്റർ. കാരണം ഇതിപ്പോ സെക്കൻഡ് ഓണർ ആയതുകൊണ്ട് ഇനിയിപ്പോ നമ്മൾ പേർക്ക് നമ്മൾ ആക്കൂല. കസ്റ്റമർ പേർക്ക് ചെയ്തു കൊടുക്കും. മോഡൽ എത്രയായിരുന്നു? 2013 ലാസ്റ്റ് 14 രജിസ്ട്രേഷൻ. 14 രജിസ്റ്റേർഡ്. അതെ. ഏറ്റവും ടോപ്പ് മോഡല്. പിന്നെ സൺറൂഫ് എല്ലാ സെറ്റപ്പ്. അതെ അതെ. വേറെ ഇപ്പൊ നിലവിൽ എല്ലാ സർവീസും കഴിച്ചു വെച്ചതാണ്. ഏകദേശം 85,000 വർക്ക് സർവീസ് എല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം. എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഓഫർ റേറ്റ് 5,99,000. 5,99,000 NOC ആണ്. 520D.